വാഹനം സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച 3 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ്. വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. തമിഴ്നാട് തൃച്ചിയിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന 9 വിദ്യാർത്ഥികളാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. ഇവർ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ പോകും വഴി ആറ്റുകാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്ന കാരണം കൊണ്ട് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സഞ്ചാരികളായ വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ തൃച്ചി സ്വദേശികളായ അരവിന്ദ്, ഗുണശീലൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും തല്ലി തകർത്തു. കൂടാതെ സഞ്ചാരികളെ മർദ്ദിച്ച് ലയത്തിന്റെ വരാന്തയിൽ മുട്ടുകുത്തി നിർത്തുകയും ചെയ്തു. തുടർന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ എത്തിയാണ് പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. വിനോദസഞ്ചാരികളെ തല്ലുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളിയാണ് മൊബൈൽ പകർത്തിയത്. ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കി. മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക്, അവർക്ക് എതിരെയുള്ള ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇതിന് വധശ്രമത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കല്ലുകൊണ്ട് തലക്കടിച്ച് ആണ് ചെയ്തത്. അപ്പോൾ അതിന് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും. ഇത് നാട്ടുകാർക്കും. സംഭവത്തിൽ ആറ്റുകാട് സ്വദേശികളായ കൗശിക്, സുരേന്ദ്രൻ, അരുൺ സൂര്യ എന്നിവർക്കെതിരെ വധശ്രമത്തിനാണ് മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാർ SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, മൂന്നാർ.